അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബെസ്റ്റ് ആപ്സ് ഫോർ ഡിജിറ്റൽ ആർട്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റിൽ ഇൻഫിനിറ്റ് ഡിസൈനാണ് ഫസ്റ്റ് വരുന്നത്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കുറേ പെൻസിൽസ് ഉണ്ട്, കുറേ ഇഷ്ടമുള്ള കുറേ പെൻസിൽസ് ഉണ്ട്. ഇങ്ക്, ഡാഷ്, ആർട്ടിസ്റ്റിക്, സ്കെച്ച്, ടെക്നോ, പിന്നെ പലതരം ഒരു 5 തരം പലതരം ബ്രഷസ് ഉണ്ട്. അതൊരു അഡ്വാൻസ് ആണ് ഈ ആപ്പിൽ നോക്കുമ്പോൾ. പിന്നെ ഈ ആപ്പിൽ പലതരം നമുക്ക് ലെയറൊക്കെ കൂട്ടാം. കണ്ടില്ലേ, 1 2 3 5 ഇത്ര ലെയർ വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഒരു കാര്യം, ഇത് ക്രാക്ക്ഡ് വെർഷൻ തന്നെയാണ്. പിന്നെ വേറെ പല ഓപ്ഷൻസ് ഉണ്ട്, കണ്ടില്ലേ, ലേസി ടൂൾ, അങ്ങനെ പല ടൂൾസും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ അതുപോലെ അങ്ങനെയും ചെയ്യാം. ദെൻ സേവ് ബട്ടൺ, പിന്നെ ഇമ്പോർട്ട് ചെയ്യാം, നമുക്ക് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് വരയ്ക്കാം, പിന്നെ എക്സ്പോർട്ട് ചെയ്യാം, ദെൻ സേവ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ സ്കെച്ച് ബുക്ക്. ഇതിലും സെയിം മെത്തേഡ് തന്നെയാണ്, ഇതിലും പല പെൻസിൽസ് ഉണ്ട്. ഇതിൽ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും കുറേ പെൻസിൽസ് ഉണ്ട്, കണ്ടില്ലേ, കുറേ ടൈപ്പ് ഓഫ് പെൻസിൽസ് അവൈലബിൾ ആണ്. കുറേ ബ്രഷസും കുറേ സ്കെച്ചസ് ആൻഡ് മാർക്കേഴ്സും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസും ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. സൈസുകൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഇതിന് വേറെ ഇതുപോലെ തന്നെ ലെയർ, പിന്നെ കളേഴ്സ് കളേഴ്സ് ഇതുപോലെ നമുക്ക് നോക്കാം. പിന്നെ ലെയർ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം, മറ്റേ ചെയ്യണ പോലെ തന്നെ. ദെൻ ഇത് കണ്ടില്ലേ, ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, ഇമോജ് വരയ്ക്കാം, ഇമേജ് കൊണ്ടുവരാം, ദെൻ സേവ് ചെയ്യാനും ഇതിൽ സാധിക്കുന്നതാണ്. രണ്ട് ആപ്പും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും നൈസാണ്, സൂപ്പറാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ 2 ആപ്പുകളുടെയും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബിലോ, നമ്മൾ അത് ഡീറ്റെയിൽഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.